ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമുക്ക് രസപ്പൊടിയില്ലാതെ രസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് ഒരു ചെമ്പെടുത്തിട്ട് അത് ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് കോക്കനട്ട് ഓയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളക് പൊട്ടിച്ച് വെച്ചതും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വറ്റൽമുളക് ക്രഷ് ചെയ്ത് വെച്ചതും, നമ്മുടെ പച്ചമല്ലി ക്രഷ് ചെയ്ത് വെച്ചതും, അതുപോലെ ചെറിയ ജീരകം ക്രഷ് ചെയ്ത് വെച്ചതും, കുരുമുളക് പൊടിയും ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മല്ലിയും ചെറിയ ജീരകമൊന്നും ഒരുപാട് പൊടിഞ്ഞു പോകരുത്. അപ്പോൾ അതിൻ്റെ ആ ഒരു രസത്തിൻ്റെ ആ ഒരു ടേസ്റ്റിന് ഒരു ചതവ് പരുവാണ് വേണ്ടത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക, പറ്റ പൊടിഞ്ഞു പോകാതെ നോക്കുക. നല്ല രുചിയുള്ള രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചതാണ്. ഇതിന് ഞാൻ 2 തക്കാളി ഇവിടെ അരിഞ്ഞിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഉപ്പ് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം മൂടി വയ്ക്കാം. കുറച്ച് സമയം ഫ്ലെയിമിലിട്ട ശേഷം നമ്മൾ മൂടി തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാനിതാ മഞ്ഞൾപ്പൊടി ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളിങ്ങയുടെ വെള്ളമാണ് ആവശ്യം. അതും വെള്ളവും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മല്ലിയില കൂടി അതിലേക്ക് തൂവി കൊടുക്കാം. ഇപ്പം നമ്മുടെ രസത്തിൻ്റെ നല്ല ഒരു ടേസ്റ്റി ഫ്ലേവറിൻ്റെ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. രസം ഇഷ്ടമുള്ളവരെല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു.